എം.എ. ബേബിയും N.K. പ്രേമചന്ദ്രനും ഏറ്റുമുട്ടുന്ന കൊല്ലമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ താരമണ്ഡലം. ബേബിയോ പ്രേമചന്ദ്രനോ എന്ന ആകാംക്ഷ ഓരോരുത്തരുടെയും ഉള്ളിൽ നുരഞ്ഞു പതയുകയാണ്. ബേബിയാണെങ്കിൽ തൻ്റെ സാംസ്കാരിക ബന്ധം ഉപയോഗിച്ച് വമ്പന്മാരെ എല്ലാം മണ്ഡലത്തിൽ എത്തിക്കുകയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മുതൽ മുകേഷ് വരെയുള്ളവരുടെ വരവ് കണ്ട് കോൺഗ്രസുകാർ ആകെ അങ്കലാപ്പിലാണ്. പ്രതാപവർമ്മ തമ്പാന്റെ പേടി തന്നെ നോക്കൂ. ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുള്ളവരും വാങ്ങിയിട്ടുള്ളവരും ആയിട്ടുള്ള വ്യക്തികളെയെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിനെയൊക്കെ കലാ സാംസ്കാരിക പ്രവർത്തകർ വന്ന് പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. ഇതൊന്നും പ്രവർത്തനമല്ല, ഇതെല്ലാം പെയ്ഡാണ്. ഇതിനെല്ലാം പണം വാങ്ങിയായിട്ടാണ് അവരെല്ലാം ഈ പരിപാടി എടുത്തത്. അല്ല, ഫ്രീ ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വന്ന് ഞങ്ങൾക്ക് രണ്ടടി അടിച്ചിട്ട് പോട്ടെ. ഞാൻ കൊട്ടിലൂടെ പറയുന്നു, ജനങ്ങൾ അത് ചെയ്യുന്നു. അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് ഈ തവണ ബേബി സാറിനെ ജയിപ്പിച്ച് പറഞ്ഞേക്കാനുള്ള നമ്മുടെ ഓരോരുത്തരും കടമയാണ്. ഞങ്ങൾ ഇവിടെയുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യക്ക് ഈ രാജ്യത്തിൻ്റെ ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് ഇതെല്ലാം കൊടുത്തതെങ്കിൽ ഞങ്ങൾക്കും അദ്ദേഹത്തിന് ഇതൊക്കെ സംഭാവനയായിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്, തരാവുന്നതാണ്. അപ്പോൾ അതല്ല, ഇതൊക്കെ പൈസ കൊടുത്ത് നടത്തിക്കുന്നതാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇതിന് പൈസ ഇല്ല. ഇത്തരം കോമഡി ഷോകൾ നടത്താനൊന്നും ഞങ്ങൾക്ക് പൈസയില്ല. അപ്പോൾ പുനലൂർ നഗരത്തിൽ നമ്മുടെ നടൻ മലയാള സിനിമയുടെ കരുത്തായ മുകേഷ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നു. മലയാള സിനിമയുടെ കാഴ്ചവട്ടങ്ങളിൽ അനുഭവങ്ങളുടെ കരുത്ത് പകർന്ന സ്വന്തം മുകേഷ് പ്രിയപ്പെട്ട എം.എ. ബേബിയെ വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മുകേഷ് ഇതാ കടന്നു വരികയായി. അവിടെ ചെന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വളരെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. പല സന്ദർഭങ്ങളിലും ഞാനൊരു സിനിമയിലും നാടകത്തിലും ഞാൻ അഭിനയിച്ചിട്ടില്ലാത്ത, ഞാൻ അഭിനയിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പ്രഷനാണ് പാവം പ്രേമേന്ദ്രൻ ഇടേണ്ടി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതൊട്ടും ശരിയായ ഒരു നടപടിയല്ല. കലാപ്രവർത്തകൻ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ, അത്ര മാത്രമേ എനിക്ക് ഇപ്പോൾ തൽക്കാലം ലേബലുള്ളൂ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറു സ്ഥാനാർത്ഥി ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഫേസ്ബുക്ക് വഴിയൊക്കെ അങ്ങനെയുള്ള ചില കമൻറ്റുകൾ അദ്ദേഹം വിട്ടിട്ടുണ്ട്. 2-3 ദിവസം മുമ്പ് കൊല്ലത്ത് വെച്ചിട്ട് എം.എ. ബേബിയുടെ അദ്ദേഹവും വളരെ അടുത്ത സുഹൃത്താണ്. 1-2 തമാശകളൊക്കെ പറഞ്ഞ് ചിലർക്ക് അതൊക്കെ വളരെ വിഷമമായി എന്നറിയാൻ കഴിഞ്ഞു. അപ്പോൾ തൽക്കാലം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. മുകേഷ് പോയതിൻ്റെ ചെലവ് ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എന്ന് പറയാം. ഒരു ചെറിയ തമാശയ്ക്ക് തന്നെ ഇത്രയും വലിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഇനി ഒരുപാട് തമാശകൾ എൻ്റെ കയ്യിലുണ്ട്. അത് പോകെ ചെറുതായിട്ടൊക്കെ പുറത്തിറക്കാൻ പറ്റും, ചിലവാകും എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ട്. ഇവരുടെ എല്ലാം മട്ടന്നൂർ മാരാർക്ക് കൊടുത്ത പൈസ ഏത് അക്കൗണ്ടിലാണ് വരുന്നത്? എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് വോട്ട് നൽകി വിജയിപ്പിക്കുക, അതിനുള്ള കൊട്ടാണ് ഞാനിവിടെ. ആ കൊട്ട് ഇവിടുത്തെ ജനങ്ങൾ വോട്ടാക്കി മാറ്റി ബേബി സാറിനെ ജയിപ്പിക്കാം. കൊല്ലം വഴി ഒരു സാംസ്കാരിക നായന്മാരും ഇപ്പോൾ പോകുന്നില്ല. എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഇതിലേ പോയാൽ ബേബി പിടിക്കും, പിടിച്ച് അപ്പത്തിനിറക്കും, ഉടനെ ചെണ്ട പൊട്ടിക്കും. അതാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാരുടെ ഫ്രീ ആയിട്ട് നടക്കുവാൻ ഇടതുമുന്നണി അനുവദിക്കണം. പ്രതാപവർമ്മ തമ്പാന് ആശ്വാസമാകണമെങ്കിൽ 2 കാര്യങ്ങൾ കലാകാരന്മാർ ചെയ്യണം. ഒന്നുകിൽ ഇമ്മാതിരി കൊട്ട് പ്രേമചന്ദ്രന് വേണ്ടിയും കൊട്ടണം, അല്ലെങ്കിൽ കലാകാരന്മാർ കൊല്ലം വഴി പോകുകയും അരുത്. ബേബിയാണെങ്കിൽ പണ്ടേ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ കേമനായതുകൊണ്ട് കലാ സാംസ്കാരിക പ്രതിഭകൾ എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ബേബി ജയിച്ചാലും ഇല്ലെങ്കിലും കുണ്ടറ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞാൽ ഒരു വമ്പൻ പ്രക്ഷോഭം നടത്താനും പ്രതാപവർമ്മ തമ്പാന്റെ പാർട്ടി ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ
UDF സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രൻ ഈ 7 അസംബ്ലി മണ്ഡലത്തിലും ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കുണ്ടറ മണ്ഡലത്തിൽ നിന്നും വോട്ട് കൂടുതൽ പ്രേമചന്ദ്രൻ പിടിച്ചാൽ ബേബി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭണം ഞങ്ങൾ നടത്തും. കാരണം ഇങ്ങനെ ജനങ്ങളെ കാലാകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങളിപ്പോൾ വിലയിരുത്തുന്നില്ല. മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് മാക്രിത്തവളയുടെ പടപിടിച്ച ആളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കലാ ഉത്സവം മൺട്രോത്തുരുത്തിലെ വള്ളംകളിയാണെന്ന് പറഞ്ഞ ആളാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പസ്വാമിയും അല്ല വലിയ പരിഷ്കർത്താക്കൾ. ഏതോ കയ്യൂരോ കരിവള്ളൂരോ ഉള്ള ആരോ 2-3 ഗോവിന്ദപ്പിള്ളയും ഈരാണ്ടപ്പിള്ളയൊക്കെയാണെന്നാണ് ആ പുസ്തകത്തിൽ അന്ന് അടിച്ചു വെച്ചത്. അപ്പോൾ ഇങ്ങനെ അബദ്ധ പഞ്ചാംഗങ്ങളും തെറ്റായ ചരിത്രത്തിലെ വളച്ചൊടിക്കലുമൊക്കെ ആയിട്ട് നടന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രേമേന്ദ്രൻ്റെ കൈക്ക് ഇവിടെ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഇമാതിരി നിഗമനങ്ങളൊക്കെ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പോരെ എന്നാണ് സഖാക്കൾ ചോദിക്കുന്നത്. കുറഞ്ഞത് വോട്ടെടുപ്പ് കഴിയണ്ടേ എന്ന് ഡെമോക്രസിയുടെ വക തിരുത്ത്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ചിദംബരവും കെജ്രിവാളും. ഈ കോൺഗ്രസ് ഒരു കടലല്ലേ, അതിനകത്ത് ഈ ചിദംബരത്തെ പോലുള്ള തെണ്ടുകളും വരും. പി.സി. ജോർജ് പറയുന്ന പല കാര്യങ്ങളും ശരിയുമാണ്.